നമസ്കാരം. ടൈൽ പോപ്പിംഗ് എന്താണെന്ന് അറിയാമോ? ടൈൽ പോപ്പിംഗ് എന്നൊരു പ്രതിഭാസമാണ്. കെട്ടിടങ്ങളുടെ രണ്ടാമത് നിലയിൽ നിന്ന് ടൈല് മുകളിലോട്ട് പൊങ്ങി വരുന്നതുമായ ഒരു പ്രതിഭാസമാണ് ടൈൽ പോപ്പിംഗ്. ഈ ടൈൽ പോപ്പിംഗ് സംഭവിക്കുന്നത് ടൈലുകളും കോൺക്രീറ്റിൻ്റെയും ഇടയിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ എയറിന് വെളിയിലോട്ട് പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ടൈലിനെ പ്രഷറിൽ പൊക്കുന്നതിനെയാണ് ടൈൽ പോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സിമൻറ്റ് ഉപയോഗിച്ച് ടൈൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കൊണ്ടാണ് ഈ ടൈൽ പോപ്പിംഗ് ഉണ്ടാകുന്നത്. പണ്ടത്തെ അത്രയും ക്വാളിറ്റിയുള്ള മണലുകളോ അല്ലെങ്കിൽ നമുക്ക് നല്ല റോ മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഈ ടൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. പക്ഷേ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ടൈൽ അഡസീവ്സ്, ടൈൽ ഗം, ടൈൽ പശ. ഇപ്പോൾ നമ്മൾ ബാത്റൂം ഫ്ലോറും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നമ്മൾ ഈ ബാത്റൂം ഫ്ലോറും ബാത്റൂം വാൾസും എല്ലാം ടൈൽ അഡസീവ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഈ ടൈൽ അഡസീവ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കോസ്റ്റ് എഫക്റ്റീവ് ആണ് സിമൻറ്റ് എന്ന് പറയും. പക്ഷെ അങ്ങനല്ല. സിമൻറ്റ് നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ടൈൽ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 10-12,000 രൂപയുടെ എംസാൻഡും ഒരു 8,000 രൂപയുടെ സിമൻറ്റും ആവും. ഈ സെയിം കോസ്റ്റേ ആവുന്നുള്ളൂ. നമുക്ക് അത്രയും ആവുന്നില്ല നമ്മൾ ടൈൽ ഗമ്മ് വെച്ച് ലേ ചെയ്യുമ്പോൾ. നല്ല നോർമൽ ഫ്ലാറ്റ് പ്രതലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോസ്റ്റിന് ഒരുപാട് അകത്ത് നിൽക്കത്തേ ഉള്ളൂ ടൈൽ അഡസീവ്സ് ഉപയോഗിക്കുമ്പോൾ. ടൈൽ അഡസീവ്സിൻ്റെ മെയിൻ ഉപയോഗം തന്നെ ഈ സിമൻറ്റിനകത്ത് നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രമേ അത് ക്യൂറിങ് ആവും. അതുപോലെ സിമൻറ്റിന് 0.3 ഉള്ളൂ പുൾ ഔട്ട് സ്ട്രെങ്ത്. പക്ഷേ ടൈൽ അഡസീവ്സിൻ്റെ IS സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് 0.7 മുകളിലുണ്ട് അതിൻ്റെ ബോണ്ടിങ്, മീൻസ് അതിൻ്റെ പുൾ ഔട്ട് സ്ട്രെങ്ത്തിൻ്റെ ഒരു സ്ട്രെങ്ത്. അന്നേരം നല്ല ടൈൽ ഗമ്മിന് 1.4 വരെ അതിൻ്റെ പുൾ ഔട്ട് സ്ട്രെങ്ത് ഉണ്ട്. ഒരുപാട് ടൈൽ അഡസീവ്സും മാർക്കറ്റിലുണ്ട്. ഏറ്റവും ഇപ്പം ഫ്ലോറിങ്ങിനൊക്കെ ആണെങ്കിൽ ഗ്രേഡ് 1 ടൈൽ അഡസീവ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അതിന് 0.7 മേളിൽ അതിൻ്റെ പുൾ ഔട്ട് സ്ട്രെങ്ത് ഉണ്ട്. അത് നമുക്ക് ഒരു പരിധി വരെ ഈ ടൈൽ ലേയിങ്ങിലുള്ള ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമതായി നമുക്ക് ടൈൽ സ്പേസറുകൾ ഉപയോഗിക്കാം. 3mm 2mm സ്പേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ടൈലും അടുത്ത ടൈലും തമ്മിൽ സ്പേസർ ഉപയോഗിച്ച് ടൈൽ ലേ ചെയ്താലും ഈ പോപ്പിംഗ് പോലുള്ള ഇഷ്യൂ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. മൂന്നാമത്തെ കാര്യം എപ്പോക്സി. സ്പേസർ ഇട്ടിട്ട് അതിനകത്ത് എപ്പോക്സിയും കൂടെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫും ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.